ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ഓം അംഗുഷ്ടാഭ്യാം നമഃ. അംഗുഷ്ടാഭ്യാം നമഃ. ഓം ഓം തർജനീഭ്യാം നമഃ. തർജനീഭ്യാം നമഃ. ഓം ഓം മധ്യമാഭ്യാം നമഃ. മധ്യമാഭ്യാം നമഃ. ഓം ഓം ചാമുണ്ഡായേ ചാമുണ്ഡായേ അനാമികാഭ്യാം അനാമികാഭ്യാം നമഃ. നമഃ. ഓം ഓം വിച്ചേ വിച്ചേ കനിഷ്ഠികാഭ്യാം കനിഷ്ഠികാഭ്യാം നമഃ. നമഃ. ഓം ഓം ഐം ഐം ഹ്രീം ഹ്രീം ക്ലീം ക്ലീം ചാമുണ്ഡായേ ചാമുണ്ഡായേ വിച്ചേ വിച്ചേ കരതല കരതല കര കര പൃഷ്ഠാഭ്യാം പൃഷ്ഠാഭ്യാം നമഃ. നമഃ. കയ്യിലുള്ള പൂ ആ വിളക്കിലേക്ക് ഇട്ടോളൂ. വിളക്കിന്റെ ചുവട്ടിലേക്ക് ഇട്ടോളൂ. ഇനി കുറച്ച് പുഷ്പത്തോട് ഇട്ടോളൂ. ഓം ഓം ഹൃദയായ നമഃ. ഹൃദയായ നമഃ. ഓം ഓം ശിരസേ നമഃ. ശിരസേ നമഃ. ഓം ഓം ശിഖായേ നമഃ. ശിഖായേ നമഃ. ഓം ഓം ചാമുണ്ഡായേ ചാമുണ്ഡായേ കവചായ കവചായ നമഃ. നമഃ. ഓം ഓം വിച്ചേ വിച്ചേ നേത്രത്രയായ നേത്രത്രയായ നമഃ. നമഃ. ഓം ഓം ഐം ഐം ഹ്രീം ഹ്രീം ക്ലീം ക്ലീം ചാമുണ്ഡായേ ചാമുണ്ഡായേ വിച്ചേ വിച്ചേ അസ്ത്രായ അസ്ത്രായ നമഃ. നമഃ. ഓം ഓം ഭൂർ ഭൂർഭുവഃ ഭുവസ്സുവഃ ഭുവസ്വഃ ഇതി ഇതി ദിഗ്ബന്ധഃ. ബന്ധഃ. വിളക്കിലെ ചുവട്ടിലേക്ക് വരും. ആ ജലപാത്രം എടുത്ത് കയ്യിൽ വെക്കൂ. ഇടത് കയ്യിൽ വെള്ളയിൽ വെക്കൂ. ജലപാത്രം എടുത്ത് ഇടത് കയ്യിലെ വെള്ളയിൽ വെച്ച് സ്വപ്പം ഉയർത്തി പിടിച്ചോളൂ. ഇങ്ങനെ ആ ഹൃദയത്തോട് ചേർന്നില്ല, ചേർന്നല്ല, ഹൃദയത്തിന് മുമ്പിലായിട്ട്. വലത് കൈയിലെ മോതിര വിരൽ മുഴുവനായി കീഴ്പോട്ടേക്ക് മടക്കി. അമ്മേ നടുവിരലല്ല, നടുവിരലല്ല, ആ മോതിര വിരൽ, നുണിവിരലിൻ്റെ അടുത്തുള്ളതാണ് മോതിര വിരൽ. ആ മോതിര വിരൽ പൂർണ്ണമായി കീഴ്പോട്ടേക്ക് മടക്കി വെച്ച് അതിലേക്ക് ഇറക്കി വെക്കുക. ഇപ്പോൾ അത് ഇവിടുത്തെ കന്നേറ്റിലെ വെള്ളമാണ്. അത് ഗംഗാജലമാക്കാനുള്ള മന്ത്രമാണ് ഈ ചൊല്ലുന്നത്. ഓം ഓം ഗംഗേജ ഗംഗേജ യമുനേ ചൈവ യമുനേ ചൈവ ഗോദാവരി ഗോദാവരി സരസ്വതി സരസ്വതി നർമ്മദേ നർമ്മദേ സിന്ധു സിന്ധു കാവേരി കാവേരി ജലേസ്മിൻ ജലേസ്മിൻ സന്നിധിം സന്നിധിം കുരു. കുരു. ഓം ഓം ഗംഗായൈ ഗംഗായേ ഗംഗായൈ ഗംഗായേ ഗംഗാദേവി ഗംഗാദേവി ത്രിപദഗായൈ ത്രിപദഗായേ പവിത്രരൂപായി പവിത്രരൂപായേ പുണ്യദായിനി പുണ്യദായിനി നമഃ. നമഃ. ആ ജലപാത്രം ഒരു പുഷ്പം എടുക്കൂ, ഒരു പൂ എടുക്കൂ. വലത് കൈ കൊണ്ട് ഒരു പൂ എടുക്കൂ. മുമ്പ് അത് ഇരുന്ന സ്ഥലത്തിടും. ജലപാത്രം ഇരുന്ന സ്ഥലത്ത്, അതായത് പൂവിരിക്കുന്ന ഇലയുടെ വലതുവശത്തായിട്ട് നിങ്ങൾക്ക് മുക്കിയെടുക്കുവാൻ പാകത്തിൽ ഇടുക. വിളക്കിൻ്റെ മുമ്പിലല്ല, നിങ്ങൾക്കെടുക്കാൻ പാകത്തിൽ മുമ്പിൽ വെച്ചാൽ മതി. വലത്തെ സൈഡിൽ ആ പുഷ്പം ഇടൂ. ഒരു പുഷ്പം എടുത്ത് താഴെ ഇടൂ. അതിൻ്റെ പുറത്ത് അത് പാത്രം വെക്കൂ, ജലപാത്രം വെക്കൂ. തീർത്ഥത്തിൻ്റെ പാത്രത്തിനുള്ള പീഠസ്ഥാനമാണ്. എന്നാൽ വിളക്കിൻ്റെ ഒപ്പം വെക്കണ്ട, മുമ്പോട്ട് കയറ്റി വെക്കൂ. നിങ്ങൾക്ക് എടുക്കാൻ പാകത്തില്ല. ആ അവിടെ വെക്കൂ. വാഗ്ദേവത എന്ന് പറയുമ്പോൾ ഉച്ചിയിൽ തുടങ്ങും. അനുഷ്ടുപ് ഛന്ദഃ എന്ന് പറയുമ്പോൾ മൂക്കിന് താഴെ തുടങ്ങും. ഇവിടെ ശ്രീ ലളിത പരമേശ്വരി ദേവത എന്ന് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ നടുക്കായി നെഞ്ചും കൂടിൻ്റെ നടുക്ക് ചെയ്യാം. ഓം ഇങ്ങനെ പിടിച്ചോളൂ കൈ. ഓം അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദിവാഗ്ദേവതാ ഋഷയഃ അനുഷ്ടുപ് ഛന്ദഃ ശ്രീ ലളിതാ പരമേശ്വരി ദേവതായേ നമഃ. ആ തീർത്ഥത്തിലൊന്ന് തുടങ്ങും. നീ അല്പം പുഷ്പം എടുത്ത് നെഞ്ചോട് ചേർക്കുക. അമ്മയുടെ ധ്യാന ശ്ലോകമാണ്. ധ്യാന ശ്ലോകം കാണാതറിയാവുന്നവര് ഫ്രണ്ടിൽ ലളിതാ പരമേശ്വരിയുടെ രൂപമുണ്ട്. അത് മുമ്പിൽ വെച്ച് അത് നോക്കി ഒന്ന് ധ്യാനിക്കുക. ആ രൂപം നിങ്ങളുടെ മനസ്സിലും വിളക്കിലും ഉണ്ടെന്ന് സങ്കല്പിക്കുക. അറിയാൻ വയ്യാത്തവര് 4-ാമത്തെ പേജ് എടുത്തോളുക. 4-ാമത്തെ പേജിൽ അമ്മയുടെ ധ്യാന ശ്ലോകം ആരംഭിക്കുക. ചൊല്ലിക്കോ.
ഓം സിന്ധൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗളി സ്ഫുരത് താരാനായിക ശേഖരാം സ്മിതമുഖീമാദീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോത്പലം വിപ്രതീം സൗമ്യാം രത്നഗണത്തരക്തധരണാം ധ്യായേത് പരാമംബികാം ധ്യായേ പദ്മാസനസ്ഥാം വികസിതവദനാ പദ്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ഹേമപത്മാംബരാംഗീം സർവാലങ്കാരയുക്താം സതതമഭേദാം ഭക്തനമ്രാം ബഭാമി ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരകൃതാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാമണികചുംബികസ്തൂലികാം സമന്തഹസിതേഷ്ണം സജനജാപവാശാങ്കുശാം അശേഷജനമോഹിനീമരുണമാല്യഭൂഷാംബരം ജപാകുസ്മഭാസുരാ ജപബുധോ സ്മരേദംബികാം അരുണാകരുണാതരംഗിതാശേന്ദ്രതപാശാങ്കുശപുഷ്പബാണജാഭാം അണിമാതിപരമൃതാമയൂഖൈ അഹമിത്യേവം വിഭാവയേ ഭവാനി. കയ്യിലിരിക്കുന്ന പുഷ്പം അമ്മയുടെ പാദത്തിലേക്ക് സമർപ്പിച്ചു. ഇനി ആദ്യത്തെ വരിയിലെ 3 നാമാവലിക്കും ഓരോ പുഷ്പം അത്യാവശ്യമായിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ചെല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 വരിയോ 2 വരിയോ 3 വരിയോ ഒരു പേജോ ചൊല്ലിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ പൂവിൻ്റെ അളവനുസരിച്ച് ഇട്ടാൽ മതി. അവസാനം പൂജ സമർപ്പിക്കാൻ നമുക്ക് 1 പിടി പുഷ്പം മാറ്റിവെച്ച് ഇനി ഇടയ്ക്ക് ഒന്നും പറയത്തില്ല. ഇനി സഹസ്രനാമം ചൊല്ലുക. വഴിയിരിക്കുന്നവർക്കും പറയാം കേട്ടോ. പുഷ്പം വേണ്ട, നിങ്ങൾക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവർക്കും മടിയല്ലേ, വേണ്ട. വിളക്കുമായിട്ടിരിക്കുന്നവർ ശ്രദ്ധിച്ചു പറഞ്ഞു. ഓം ശ്രീ ഗണേശ ശാരദ ഗുരുഭ്യോ നമഃ. മമോവാത സമസ്ത ദുരിതക്ഷയദ്വാര ശ്രീ പരമേശ്വരി പ്രീത്യർത്ഥം അസ്മാകം സർവേഷാം സകുടുംബാനാം ക്ഷേമ സ്ഥൈര്യ വീര്യ വിജയ അഭയ ആരോഗ്യ ആനന്ദ ഐശ്വര്യ അഭിവിദ്ധ്യർത്ഥം ധർമാർത്ഥ കാമമോക്ഷ ചതുർവിധ ഫല പുരുഷാർത്ഥ സിദ്ധ്യർത്ഥം മമ ഇഹ ജന്മനി ജന്മജന്മാന്തര സമ്പാദിത കായിക വാചിക മാനസിക ബ്രഹ്മഹത്യാദി മഹാപാതക ഉപപാതക സഞ്ജയ സർവ പാപ ദുരിത നിവാരണാർത്ഥം ഇഹ ജന്മനി ധനധാന്യ സത്പുത്രാദി സകല സൗഭാഗ്യ സിദ്ധ്യർത്ഥം ഭൂത പ്രേതാദി അഖില ദുർഗ്രഹ ബാധക്ഷയ അപസ്മാര സർവ വ്യാധി താപജ്വര മഹാമാരി സമുദ്ഭവ വിഷ ചീകാദി സകല ഉപദ്രവ ദുഃഖ ശമനാർത്ഥം വൈശിഷ്ട്യാദി ധനധാന്യ രത്ന സമൃദ്ധി സിദ്ധ്യർത്ഥം സർവത്ര വിജയ പ്രാപ്ത്യർത്ഥം മമ ശത്രുബാധ നിവാരണാർത്ഥം മനസങ്കൽപ്പ ഉദ്ദിഷ്ടകാര്യ സിദ്ധ്യർത്ഥം ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐകരൂപ അനുഗ്രഹ പരിപൂർണ കടാക്ഷ അനുഗ്രഹ സിദ്ധ്യർത്ഥം കന്യേറ്റി മെറ്റമുക്ക് കന്യേറ്റി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രസന്നിധൗ സപ്താഹ യജ്ഞശാലേ ആചാര്യമുഖേന അഗ്നിമുഖേന ജാതവേദസേ മുഖേന സർവൈശ്വര്യ പൂജ അഹം കരിഷ്യേ ദേവി മഹാദേവി പ്രകൃതീശ്വരി പാർവതീദേവി ജഗദീശ്വരി അമ്മേ പ്രസീദ. വിളക്കിലേക്ക് അമ്മയുടെ പാദമാണെന്ന് സങ്കല്പിച്ചിട്ടുള്ളൂ.
മന്ത്രാക്ഷരമയീം ദേവീം മാതൃകാ രൂപധാരിണീം നവദുർഗാം ഇമാം സാക്ഷാൽ കന്യാമാവാഹയാമ്യഹം. വിളക്കിലേക്ക് ഇട്ടോളൂ. ഇനി ആ ജലപാത്രം എടുത്ത് ഇടത് കയ്യിൽ വെക്കൂ. 2 പുഷ്പം എടുക്കൂ. ഓരോന്നും സമർപ്പയാമി എന്ന് പറയുമ്പം ആ തീർത്ഥത്തിൽ മുക്കി അതിലേക്ക് ഇടുക. മനസ്സിലായോ? 2 പുഷ്പം എടുക്കുക. ഓരോന്നും സമർപ്പയാമി എന്ന് പറയുമ്പോൾ വിളക്കിലേക്ക് ഇടുക. ഓം ആവാഹനം സമർപ്പയാമി. ചൂണ്ടുവരലുകൊണ്ട് എടുക്കരുത് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇങ്ങനെ വേണം പുഷ്പം എടുക്കാൻ. ഈ ചൂണ്ടുവരലൊന്ന് ചെറുതായിട്ട് മടക്കി വെച്ചാൽ മതി. നടുവരല്, മോതിരവിരല്, തള്ളവിരല്, അതാണ് പൂജാവിധി. അത് കൊണ്ടുതാ. ഉദാഹരണത്തിന് ആവാഹനം സമർപ്പയാമി ഇങ്ങനെ ഇട്ടാൽ മതി. അതിന് ഓം ആവാഹനം സമർപ്പയാമി. രത്നസിംഹാസനം സമർപ്പയാമി. പാദ്യം സമർപ്പയാമി. അർഘ്യം സമർപ്പയാമി. ആചമനീയം സമർപ്പയാമി. മധുപർക്കം സമർപ്പയാമി. സ്നാനം സമർപ്പയാമി. സ്നാനാനന്തരം ആചമനീയം സമർപ്പയാമി. വസ്ത്രോത്തരീയം സമർപ്പയാമി. പട്ടുചേല സമർപ്പയാമി. ഗന്ധാൻ ധാരയാമി. അക്ഷതാൻ സമർപ്പയാമി. പുഷ്പാണി സമർപ്പയാമി. ധൂപം സമർപ്പയാമി. ദീപം ദർശയാമി. ധൂപദീപാനന്തരം ആചമനീയം സമർപ്പയാമി. അർച്ചനം സമർപ്പയാമി. നാനാവിധ പരിമള പുഷ്പാണി സമർപ്പയാമി. മന്ത്രപുഷ്പം സമർപ്പയാമി. സുവർണപുഷ്പം സമർപ്പയാമി. സമസ്തോപചാര സമർപ്പയാമി. ദേവി പ്രസീദ. ഇനി ആ ജലപാത്രം പഴയ സ്ഥാനത്ത് വെക്കൂ. ഇനി നമ്മൾ സങ്കല്പ മന്ത്രം ചൊല്ലാൻ പോകും. ഓം ഹ്രീം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ പാർവതി പരമേശ്വരായ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ പരമാത്മനെ നമഃ. ഓം രാധാമാധവായ നമഃ. ഓം പ്രകൃതീശ്വരിയേ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ഭൂമിദേവിയേ നമഃ. ഓം നാഗദേവതായേ നമഃ. ഓം മമ പിതൃദേവതായേ നമഃ. ഓം മമ കുലദേവതായേ നമഃ. ഓം നമ സൂര്യായ സോമായ മംഗളായ ബുധായ ഗുരു ശുക്ര ശനി ഭ്രഷ്ട രാഹവേ കേതവേ നമഃ. നമ്മൾ ഈ പൂജ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം, ഒരു മുഖവര. എന്താണ് നമ്മൾ ചെയ്യാം? ഇപ്പം നമ്മളൊരു സർവ്വദേവതാ നമസ്കാരത്തോടുകൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. നമ്മൾ പൂജ ചെയ്യുവാൻ വേണ്ടി നമ്മൾക്ക് ദേവിയെ പൂജിക്കുവാൻ പോകുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് പുതിയ കൈകൾ ഉണ്ടാക്കണം. ശുദ്ധിയോടുകൂടിയ ശരീരം. നമ്മുടെ ചുറ്റും ഒരു വലയം തീർക്കുക. പൂജയ്ക്ക് വേണ്ടുന്ന ഗംഗാജലം നിർമ്മിക്കുക. അതുകൊണ്ട് നമ്മുടെ പൂജാപീഠവും പൂജാദ്രവ്യവും നമ്മളും ശുദ്ധി വരുത്തുക. അത് കഴിഞ്ഞ് ന്യസിക്കുക, ഹൃദയന്യാസം എന്ന് പറയും. അതെല്ലാം നമ്മൾ മന്ത്രത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ വിളക്കിലേക്ക് ദേവീ ചൈതന്യത്തെ ആവാഹിക്കാനുള്ള മന്ത്രം ജപിക്കുന്നു. ആ പീഠസ്ഥാനത്തേക്ക് ദേവിയെ സങ്കല്പിച്ച് ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ നമ്മൾ ഓരോന്നായി അമ്മയ്ക്ക് ഉപചാരങ്ങൾ സമർപ്പിക്കുന്നു.
ഇനി ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുക. വധൂവരന്മാരെ, നിങ്ങൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഉണ്ണാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കണം. ദാമ്പത്യമാകുന്ന സ്നേഹസൂത്രത്താൽ ബന്ധിതരായി, പരസ്പരം ബന്ധിതരായി, പ്രതിജ്ഞാബദ്ധരായി നിങ്ങൾ ദീർഘകാലം ദീർഘസുമംഗലിയായി ആയുഷ്മാനായി ഭവിക്കട്ടെ. സംതൃപ്തമായ കുടുംബജീവിതം നയിക്കുവാൻ ഒരിക്കലും ക്ഷണികമായ വികാരാവേശത്തിന് അടിമപ്പെട്ട് പരസ്പരം നിങ്ങൾ വേർപിരിയരുത്.